ഹലോ, വെൽക്കം ടു എക്സാം പോയിന്റ്. ഐ ആം യൂനിസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ റിവിഷൻ തുടങ്ങാൻ പോകുന്നത് നമ്മളുടെ 5th ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മളുടെ 5th ചാപ്റ്റർ? ഏൻഷ്യൻ തമിഴകം അല്ലേ, പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള ചാപ്റ്ററാണ് നമ്മളുടെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മളുടെ സൗത്ത് ഇന്ത്യയുടെ അയൺ ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് പീരീഡാണ്? മെഗാലിത്തിക് പീരീഡ് ആണല്ലേ, മെഗാലിത്തിക് പീരീഡ്. ഓക്കെ, അപ്പോൾ സൗത്ത് ഇന്ത്യയുടെ അയൺ ഏജ് എന്നറിയപ്പെടുന്ന മെഗാലിത്തിക് പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആ ഒരു സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ്, മോണുമെന്റ്സ്, ഓക്കെ, അതിൻ്റെ അകത്ത് പെടുന്ന ഏൺ ബറിയൽസ്, പിന്നെയോ അതേപോലെ തന്നെ സംഘം ലിറ്ററേച്ചർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് അറിഞ്ഞിരിക്കേണ്ടതും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദ മേജർ സോഴ്സസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ തമിഴകം? പ്രാചീന തമിഴകത്തിന്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ, സോഴ്സസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് 2019 ഇതേപോലെ തന്നെ ഒരു സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ 2022 സെയിം രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, what are the major sources of information on the history of ancient Tamilakam? ഓക്കെ, അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് 2022 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തെഴുതണം? അതിൻ്റെ ആൻസർ എന്തൊക്കെ സോഴ്സസ് നമുക്ക് ഈ ഒരു മെഗാലിത്തിക് പീരീഡിനെ കുറിച്ച് ഉള്ള ഇൻഫോർമേഷൻസിന് വേണ്ടി ഉള്ളത്? ഒന്ന്, മെഗാലിത്തിക് മോണുമെന്റ്സ് അല്ലേ, ആ ഒരു കാലഘട്ടത്തിലെ മെഗാലിത്തിക് പീരീഡിലെ മോണുമെന്റ്സ് നമുക്കൊരു സോഴ്സാണ്. പിന്നെ ഏൻഷ്യൻ തമിഴ് സോങ്സ്, പ്രാചീന കാലത്തെ തമിഴ് പാട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തരുന്ന ഒരു സോഴ്സാണ്. പിന്നെയോ അന്നത്തെ കാലത്തെ കോയിൻസ് അല്ലേ, അപ്പോൾ കോയിൻസ് ഒരു സോഴ്സാണ്. പിന്നെ ട്രാവലോഗുകൾ, അതേപോലെ തന്നെ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ മെഗാലിത്തിക് പീരീഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ലഭിക്കാനുള്ള സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാലും അതായത് ഈ മെഗാലിത്തിക് പീരീഡിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടാനുള്ള സോഴ്സസ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എന്തെഴുതണം? ഈ പോയിന്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിക്കേ. Mention the names of the following related to ancient Tamilakam. ഓക്കെ, അതായത് 2019 തന്നെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. അതായത് പ്രാചീന തമിഴകവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഈ പ്രാചീന തമിഴക കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന പേരുകൾ വേറെയായിരുന്നു. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഒന്ന്, മോർണിംഗ് മാർക്കറ്റ്, അതായത് രാവിലത്തെ ചന്ത. പിന്നെ ഈവനിങ് മാർക്കറ്റ്, അതായത് അന്തിച്ചന്ത എന്ന് പറയും. പിന്നെയോ ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായം. ഇതിനൊക്കെ ഏൻഷ്യൻ തമിഴകത്ത് ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നെയിം ചെയ്തിരുന്നത് എന്നതാണ് ചോദ്യം. എങ്ങനെയായിരുന്നു? നമ്മുടെ മോർണിംഗ് മാർക്കറ്റിനെ പറഞ്ഞിരുന്നത്
നളങ്ങാടി എന്നായിരുന്നു. ഓക്കെ, രാവിലത്തെ ചന്ത എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? നളങ്ങാടി. ഈവനിങ് മാർക്കറ്റിനെയോ? അല്ലലാവനം. ഓക്കെ, അല്ലലാവനം എന്നാണ് നമ്മളുടെ ഈവനിങ് മാർക്കറ്റിനെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അതായത് സാധനങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? നൊടുത്തൽ. ഓക്കെ, അപ്പം ഇതും നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയായിരുന്നു? മോർണിംഗ് മാർക്കറ്റിന് എന്താ പറയുന്നത്? നളങ്ങാടി. ഈവനിങ് മാർക്കറ്റിനോ? അല്ലലാവനം. നൊടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഓക്കെ, പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൊടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തിണകളെ കുറിച്ച് പഠിച്ചായിരുന്നല്ലേ? അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി. ദ ടിനേസ് ഹാഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോൾഡിങ് ദി സോഷ്യൽ ലൈഫ് ഓഫ് ഏൻഷ്യൻ തമിഴകം സബ്സ്റ്റൻഷിയേറ്റ്. അതായത് പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. സാധൂകരിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു ടേബിളൊക്കെ വരച്ച് ഒരു ഉത്തരം അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയാ വേണ്ടത്? ഏതൊക്കെ തിണകളാണെന്ന് എഴുതുക. പിന്നെയോ അവർ താമസിച്ചിരുന്ന ജോഗ്രഫിക്കൽ ഏരിയ എങ്ങനത്തേതാണെന്ന് എഴുതുക. പിന്നെ വേണ്ട ടൈറ്റിൽ എന്താണ്? ജോബ്, അവർ ചെയ്തിരുന്ന ജോലി എന്തൊക്കെയായിരുന്നു എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ തിണ ഏതായിരുന്നു? നെയ്തൽ. ഓക്കെ, നെയ്തൽ എന്ന് പറയുന്ന തിണ ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു, അല്ലെങ്കിൽ താമസിച്ചിരുന്നത് എങ്ങനത്തെ റീജിയനിലായിരുന്നു? കോസ്റ്റൽ റീജിയനിൽ. ഓക്കെ, ഇനി അവരുടെ ജോലി എന്തായിരുന്നു? കോസ്റ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ തീരങ്ങൾ അല്ലേ? ഇനി അവരുടെ ജോലി എന്തായിരുന്നു? ഫിഷിങ്ങും സോൾട്ട് പ്രൊഡക്ഷനും ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാന ജോലി. ഓക്കെ, അതായത് മീൻപിടുത്തവും ഉപ്പ് പ്രൊഡക്ഷനും ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാന ജോലി. ഇനി മറ്റൊരു തിണ നോക്കിക്കേ, കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുന്ന ഈ ഒരു തിണ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? ഹില്ലി ഏരിയസിലായിരുന്നു അവര് ജീവിച്ചിരുന്നത്. ഓക്കെ, അവരുടെ ജോബോ? ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ്. ഹണ്ടിങ്ങും അതേപോലെ തന്നെ ഫോറസ്റ്റിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യലും ഒക്കെ ആയിരുന്നു ഇവരുടെ ജോലി. ആരുടെ ജോലി? കുറിഞ്ചി എന്ന് പറയുന്ന തിണകളുടെ ജോലി. ഓക്കെ, മറ്റൊരു തിണ നോക്കിക്കേ, മുല്ലൈ. മുല്ലയുടെ ആ ഒരു ജോഗ്രഫി, അവർ ജീവിച്ചിരുന്ന ലാൻഡ് എങ്ങനത്തെ ആയിരുന്നു? ഗ്രാസ് ലാൻഡ്. ഓക്കെ, പുൽമേടുകളിലൊക്കെ ആയിരുന്നു അവര് ജീവിച്ചിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് അവരുടെ ജോബ് നമുക്കറിയാലോ, എന്തായിരുന്നു? കാറ്റിൽ റിയറിങ് ആയിരുന്നു അവരുടെ ജോബ്. അത് കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെയോ പാലൈ. പാലൈ എന്ന് പറയുന്ന ഈ തിണ ഡ്രൈ ലാൻഡ്സിലാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റീലിംഗ് ആണ്. മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്തൊക്കെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെയാണ് അവര് ജീവിച്ചിരുന്നത്. പിന്നെയോ മരുതം. മരുതം എന്ന് പറയുന്ന ഈ തിണ ജീവിച്ചിരുന്നത് വെറ്റ്ലാൻഡിലാണ്. ഓക്കെ, അവര് വെറ്റ്ലാൻഡിലാണ് താമസിച്ചിരുന്നത്. ഓക്കെ, അപ്പം അവരുടെ ജോലി എന്തൊക്കെയായിരുന്നു? കൾട്ടിവേഷൻ, അതായത് കൃഷിയായിരുന്നു പ്രധാനമായിട്ടും ഈ മരുതം എന്ന് പറയുന്ന തിണയുടെ ജോലി എന്ന് പറയുന്നത്. അവർ ഏർപ്പെട്ടിരുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ജോബ് കൾട്ടിവേഷൻ ആയിരുന്നു. എന്തെല്ലാം ആയിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്? റൈസും ഷുഗർ കെയിനും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന തിണയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ എങ്ങനെ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നതിനെ കുറിച്ചൊരു ചോദ്യം വന്നാൽ ഇങ്ങനെ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ആ ആൻസർ എഴുതാം. ഈ സെയിം കാര്യം നിങ്ങൾക്ക് എന്താണ് പാരഗ്രാഫ് വൈസും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാണ്. ഇത് 2022 എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് നോക്കി, ഐഡന്റിഫൈ ദ മെഗാലിത്തിക് മോണുമെന്റ്സ് റെപ്രസെന്റഡ് ബൈ ദി ഫോളോയിങ് പിക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പിക്ചർ കൊടുത്തിട്ട് ഇത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, പല ടൈപ്പ് മെഗാലിത്തിക് മോണുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ പിക്ചർ കൊടുത്തിട്ട് ഏത് മെഗാലിത്തിക് മോണുമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പം അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്, ഈ മെഗാലിത്തിക് മോണുമെന്റ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചർ എന്ത് മെഗാലിത്തിക് മോണുമെന്റ് ആണ്? നമ്മുടെ കുടക്കല്ലാണ്. അതായത് അമ്പർല സ്റ്റോൺ, കുടക്കല്ല് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, അതാണത്. ഇനി ഇതെന്താണ്? നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കും കേട്ടോ. അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള ഇങ്ങനത്തെ മോണുമെന്റ്സിന്റെ പിക്ചേഴ്സ് എല്ലാം എക്സാമിന് വേണ്ടി ഒന്ന് നോക്കിയിട്ട് പോവാ. ഓക്കെ, ഇതെന്താണ്? മെൻഹീറാണ് ഇത്. ഓക്കെ, മെൻഹീർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റോക്ക് ചേംബർ പഠിച്ചു.
ഓക്കെ. പിന്നെയോ ഇതെന്താന്നാ, ഇത് സാർക്കോഫാഗസ് ആണ്. ഓക്കെ. പിന്നെയോ ഇതെന്താണ്, ഇതാണ് ഡോൾമെൻസ്. ഓക്കെ. അപ്പം ഇത്രയും പിക്ചേഴ്സ് ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോയി. ഇതൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് ചോദിച്ചാൽ. ഓക്കെ. അപ്പം മെഗാലിത്തിക് മോണുമെന്റ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. ഓക്കെ. കോളം എയിലുള്ള കാര്യങ്ങൾ കോളം ബിയിൽ എയുമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് നോക്കിക്കേ. എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് തിണകളെ കുറിച്ച്, തിണീസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, തിണകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബിയിലോ അവർ ജീവിച്ചിരുന്ന ജോഗ്രഫിക്കൽ ഏരിയാസ് എങ്ങനത്തേതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് മാച്ചിങ് ആണോ നമ്മൾ നോക്കണം അല്ലേ. എയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറിഞ്ചി കൊടുത്തിട്ടുണ്ട്, മുല്ല കൊടുത്തിട്ടുണ്ട്, മരുതം കൊടുത്തിട്ടുണ്ട്, നെയ്തൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബിയിലോ കോസ്റ്റൽ റീജിയൻ കൊടുത്തിട്ടുണ്ട്, ഹില്ലി റീജിയൻ കൊടുത്തിട്ടുണ്ട്, ഗ്രാസ് ലാൻഡ് കൊടുത്തിട്ടുണ്ട്, വെറ്റ് ലാൻഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പം ഇത് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ. അപ്പം ഇതെങ്ങനെ മാച്ച് ചെയ്യും? കുറിഞ്ചി എങ്ങനത്തെ റീജിയനിലുള്ളതായിരുന്നു, തിണയായിരുന്നു? ഹില്ലി റീജിയനിൽ ജീവിച്ച തിണയായിരുന്നു കുറിഞ്ചി എന്ന് പറയുന്നത്. പിന്നെ മുല്ലയോ ഗ്രാസ് ലാൻഡ്. ഓക്കെ. പിന്നെ മരുതമോ, മരുതം വെറ്റ് ലാൻഡിൽ അവർ കർഷകരായിരുന്നു അല്ലേ. പിന്നെ നെയ്ത്തല് കോസ്റ്റൽ റീജിയനിലായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ. കടൽ തീരങ്ങളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ തിണകളും അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ, അവരുടെ ജോബ്, ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകണം. എന്നാലും ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ്സ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം എന്തൊക്കെയായിരുന്നു? കുറിഞ്ചി ഏതായിരുന്നു? ഹില്ലി റീജിയൻ. മുല്ലയോ ഗ്രാസ് ലാൻഡ്. ഓക്കെ. മുല്ലൈ ഗ്രാസ് ലാൻഡ്. ഓക്കെ. മരുതം വെറ്റ് ലാൻഡ്. ഓക്കെ. നെയ്ത്തലോ കോസ്റ്റൽ റീജിയൻ. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കിയേ. വാട്ട് ഡു യു മീൻ ബൈ ഏൺ ബറിയൽസ്? അതായത് കുടീരങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ. ഇത് നമ്മളുടെ എക്സാം പോയിന്റ് ഗൈഡിലെ 51 പേജ് നമ്പർ 51 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പം ഗൈഡ് കയ്യിലുള്ളവർക്ക് അത് നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. എന്താണ് ഏൺ ബറിയൽസ്? ദ പ്രാക്ടീസ് ഓഫ് ബറിയിങ് ദ റിമെയിൻസ് ഓഫ് ഡിസീസ് ബൈ പ്ലേസിംഗ് ദം ഇറ്റ് ഇൻ എ ബിഗ് ഏൺ പ്രിവെയിൽഡ് ഇൻ ancient Tamilagam. Such urns were known as urn burials or നന്നങ്ങാടി. ഓക്കെ. അപ്പം പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ ഒരു വലിയ ഏൺ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ പിക്ചറിൽ കണ്ട ഒരു കുടം പോലെ ഒരു വലിയ ഏണിന് ഉള്ളിലൊക്കെ ആക്കി അതിനെ എന്ത് ചെയ്യും, കുഴിച്ചിടും. ഓക്കെ. അപ്പം ഈ ഒരു പ്രാക്ടീസിനെയാണ് എന്തെന്ന് പറയുക, ഏൺ ബറിയൽസ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്നതാണ് എന്ത്, നന്നങ്ങാടി എന്ന് പറയുന്നത്. ഓക്കെ. ഒരു വലിയ ഏണിനുള്ളിൽ ഈ സാധനങ്ങൾ, അതായത് മരിച്ച ആളുടെ അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളെല്ലാം സ്റ്റഫ് ചെയ്ത് കുഴിച്ചിടുന്ന പ്രാക്ടീസ് എന്നുണ്ടായിരുന്നു, ഏൻഷ്യൻ തമിഴകത്ത് നിലനിന്നിരുന്നു. ഓക്കെ. അപ്പം ആ ഒരു പ്രാക്ടീസാണ് ഏൺ ബറിയൽസ് എന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, അതിനെ വിളിച്ചിരുന്നത് എന്താണ്, നന്നങ്ങാടി എന്നാണ്. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിപ്പയർ എ നോട്ട് ഓൺ സംഘം ലിറ്ററേച്ചർ. ഓക്കെ. സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പം സംഘ സാഹിത്യത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതും നമ്മളുടെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 52 കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, പ്രിപ്പയർ എ നോട്ട് ഓൺ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ മെഗാലിത്തിക് മോണുമെന്റ്സ് ആൻഡ് ദി ഏൻഷ്യൻ തമിഴ് സോങ്സ് ബിലോങ് ടു ദി സെയിം പീരീഡ്. ഓക്കെ. അപ്പം ഈ മെഗാലിത്തിക് പീരീഡിലെ മോണുമെന്റ്സ്, അതായത് സ്മാരകങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ ഏൻഷ്യൻ തമിഴ് സോങ്സും ഒക്കെ നിലനിന്നിരുന്നത് സെയിം കാലഘട്ടത്തിൽ ആയിരുന്നു. ഓക്കെ. ദ റീജിയൻ റേഞ്ചിങ് ഫ്രം തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി ഈസ് this included Kerala as well, was called Tamilagam in ancient period. ഓക്കെ. അതായത് ഈ തമിഴകം, ഏൻഷ്യൻ തമിഴകം എന്നറിയപ്പെടുന്ന ആ ഒരു ഏരിയ, അല്ലെങ്കിൽ തമിഴകം എന്ന് പണ്ട് കാലത്ത്, പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏരിയ ഏതൊക്കെയായിരുന്നു, സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആന്ധ്രാപ്രദേശത്തിലെ തിരുപ്പതി തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു നിന്നിരുന്ന സ്ഥലത്തെയാണ് എന്തെന്ന് വിളിച്ചിരുന്നത്,
തമിഴകം എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അതായത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളെ വിളിച്ചിരുന്നതാണ് എന്ത്? തമിഴകം എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് കേരളവും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ, ഇനിയോ the ancient Tamil songs provide more information about the human life in ancient Tamilagam. ഓക്കെ, അപ്പോൾ പ്രാചീന കാലത്തെ തമിഴകത്തെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള മിക്ക ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് അന്ന് കാലത്തെ തമിഴ് സോങ്സിൽ നിന്നായിരുന്നു. ആ കാലഘട്ടത്തിലെ തമിഴ് പാട്ടുകളിൽ നിന്നൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ. ജനങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ദ കളക്ഷൻ ഓഫ് ദീസ് ഏൻഷ്യൻ തമിഴ് സോങ്സ് ഇസ് നോൺ ആസ് സംഗം ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ഇങ്ങനത്തെ പ്രാചീന തമിഴ് സോങ്സിൻ്റെ ഒക്കെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സംഗം ലിറ്ററേച്ചർ. ഓക്കെ, ഇനിയോ the Sangam literature is the most ancient among the available Tamil literature. അപ്പോൾ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള തമിഴ് ലിറ്ററേച്ചറിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യം അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ സംഗം ലിറ്ററേച്ചർ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സംഗം ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ മൂവേണ്ടന്മാരെ കുറിച്ച് മൂവേണ്ടൻസിനെ കുറിച്ച് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി. എക്സ്പ്ലെയിൻ ദി റോൾ പ്ലേഡ് ബൈ മൂവേണ്ടൻസ് ഇൻ ദി ട്രേഡ്. അതായത് കച്ചവടത്തിൽ മൂവേണ്ടന്മാർ വഹിച്ച പങ്ക് വിശദീകരിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ എക്സാം പോയിന്റ് ഗൈഡിലെ 53, 54 പേജുകളിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പേജ് നമ്പർ 53, 54 ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് മൂവേണ്ടന്മാരുടെ മൂവേണ്ടൻസിൻ്റെ റോൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ എഴുതണം? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ദേവാസ് ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് ഇൻ ഏൻഷ്യൻ തമിഴകം. ഓക്കെ, പ്രാചീന തമിഴകത്ത് എന്താണ്? കടൽ വഴിയുള്ള ട്രേഡും ഉണ്ടായിരുന്നു, കര വഴിയുള്ള ട്രേഡും ഉണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള കച്ചവടവും നിലനിന്നിരുന്നു. ഓക്കെ, സം പവർ സെന്റേഴ്സ് വെർ എസെൻഷ്യൽ ടു ഫ്രെയിം ദ റൂൾസ് ഫോർ സച്ച് ട്രേഡിംഗ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ട്രേഡുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനും അവിടെയൊക്കെ റൂൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുമായിട്ടൊക്കെ കുറച്ച് പവർ സെന്റേഴ്സ്, അതായത് ചില അധികാര കേന്ദ്രങ്ങൾ എന്തായിരുന്നു? അനിവാര്യമായ കാര്യമായിരുന്നു അല്ലേ? ഒരു കച്ചവടം ആകുമ്പോൾ അതിനെ റൂൾ ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ എന്ത് വേണം? പവർ സെന്റേഴ്സ് വളരെ അത്യാവശ്യമായിരുന്നു. ട്രേഡ് വാസ് കൺട്രോൾഡ് ബൈ 3 പവർ സെന്റേഴ്സ്. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ കച്ചവടങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത് ഇതുപോലത്തെ 3 പവർ സെന്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അത് ഏതൊക്കെ ആയിരുന്നു നോക്കിക്കേ ആ 3 ശക്തി കേന്ദ്രങ്ങൾ. ചേരാസ്, the Pandyas and the Cholas. Okay, the Cheras, the Pandyas and the Cholas. Okay, അപ്പോൾ ഈ 3 പവർ സെന്റേഴ്സ് ആയിരുന്നു അന്ന് ഈ കച്ചവടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു മറന്നു പോയത്? ഏതൊക്കെയായിരുന്നു? ചേരര്, പാണ്ഡ്യന്മാര്, ചോളര്. ഓക്കെ, ഇത് ചേരാസ്, ദ പാണ്ഡ്യാസ് ആൻഡ് ദി ചോളാസ്. ഓക്കെ, ഇവർ 3 പേരെ കൂടിയാണ് എന്തെന്ന് വിളിക്കുന്നത്? മൂവേണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും ആയിരുന്നു ആ കാലഘട്ടത്തിലെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പവർ സെന്റേഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പം മൂവേണ്ടൻസിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞു എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് പോവാം. നമ്മൾ പറഞ്ഞു നമ്മളുടെ സൗത്ത് ഇന്ത്യയുടെ അയൺ ഏജ് എന്നറിയപ്പെടുന്നത് മെഗാലിത്തിക് ഏജ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? അവർ ഈ ഒരു മെഗാലിത്തിക് ഏജിൽ അയൺ ടൂൾസും ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ? പിന്നെയോ ഈ അയൺ ടൂൾസ് ഒക്കെ എവിടെ നിന്നായിരുന്നു നമുക്ക് അതിന് പ്രൂഫ് കിട്ടിയത്? ഈ മെഗാലിത്തിക് മോണുമെന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രൂഫ്സ് ഒക്കെ ആയിരുന്നു ഈ അയൺ ടൂൾസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ പോവുക. ഓക്കെ, അപ്പം എക്സാം നന്നായിട്ട് എഴുതുക. അപ്പം ബാക്കി നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാവേ. ബൈ.